ഏവർക്കും നമസ്കാരം. ഒരു ക്ലാസ്സിൽ ഒരു മാർക്ക് ഉറപ്പ് എന്ന സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നല്ല ചോദ്യവുമായിട്ടാണ്. അത് പലതവണ 10th മെയിൻസിനും 10th പ്രിലിംസിനും ചോദിച്ച ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം വിലപ്പെട്ടതായി മാറും പരീക്ഷാ ഹാളിൽ. അപ്പം നമ്മൾ നേരത്തെ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ മിസ്സാക്കിയവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഓക്കെ, ഇതുവരെ ഒരു 3 എപ്പിസോഡുകൾ കഴിഞ്ഞു പോയി. ആ എപ്പിസോഡുകൾ ഒന്നും തന്നെയും കളയാതെ കാണുക. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന വളരെ കുഞ്ഞു ക്ലാസ്സാണ്. എന്നാൽ വളരെ വിലപ്പെട്ട ഒരു മാർക്കുമാണ്. ഓരോ മാർക്കും അല്ലെങ്കിൽ ദശാംശം മാർക്കുകൾ പോലും നമ്മളെ ഒരുപാട് റാങ്കിന് മുകളിൽ എത്തിക്കാറുണ്ട്. അതുകൊണ്ട് ഒരു ചോദ്യവും ചെറുതല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഇനി മാത്രമല്ല, നമ്മുടെ ചലഞ്ചർ ആപ്പിൽ വരാൻ പോകുന്ന LDC, അതേപോലെ 10th മെയിൻസ്, കമ്പനി ബോർഡ്, LGS എന്ന് തുടങ്ങുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയുള്ള കിഡിലൻ ബാച്ചുകൾ ആരംഭിച്ചിരിക്കുന്നു. ഈ ബാച്ചിൻ്റെ ഭാഗമാകാനും തൊട്ട് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. തീർച്ചയായിട്ടും ലിങ്കിൽ കയറി നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുക. ഉറപ്പായിട്ടും നമുക്ക് ബാച്ചിൽ കാണാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കുറച്ച് കിഡിലൻ ചോദ്യങ്ങൾ, അതായത് ഡെസിമൽ നമ്പേഴ്സ് അഥവാ ദശാംശങ്ങൾ എന്ന ടോപ്പിക്കിനെ ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എന്ത് തരം ദശാംശങ്ങൾ എന്ന് ചോദിച്ചാൽ റെക്കറിംഗ് ഡെസിമൽസ് അഥവാ ആവർത്തന ദശാംശം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് അവസാനം വരെ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ മക്കളെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്, ഒരു പ്രീവിയസ് ചോദ്യം. ഇതിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഈ ഒരു ചോദ്യം മാത്രമേ ഉള്ളതെന്നൊക്കെ ചോദിച്ചാലല്ല മക്കളെ, ഇവിടുത്തെ കുറേയധികം പ്രീവിയസ് ചോദ്യങ്ങൾ പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒരു നല്ല സെഷൻ ആയിരുന്നു എന്ന്. ചോദ്യം ഇങ്ങനെയാണ്, 0.333 എക്സെട്ര എന്നതിന് തുല്യമായ ഭിന്നസംഖ്യ ഏത്? 4 ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. 0.333 എക്സെട്ര. മക്കളെ, എക്സെട്ര എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങും ഇത് തീരുന്നില്ല. മക്കളെ, ഇതെങ്ങും എഴുതി തീർക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ അവസാനം അനന്തമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ അവസാനം അജ്ഞാതമാണ്. ശരിയാണോ? ഇത് എഴുതി കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിലോ ഈ ജില്ലയിലോ ഈ സ്റ്റേറ്റിലോ ഈ രാജ്യത്തോ നിൽക്കത്തില്ല, തുടർന്ന് പോയിക്കൊണ്ടേ ഇരിക്കുക. ശരിയാണോ? എങ്കിൽ ഇതിന് തുല്യമായ ഭിന്നസംഖ്യ ഏതെന്നാണ് ചോദിക്കുന്നത്. സംഭവമൊന്നുമില്ല. പോയിന്റിന് ശേഷം ഒരു സംഖ്യ മാത്രം ആവർത്തിച്ച് പോയിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിന് കാരണം ആ ഒരക്കത്തെ, കാര്യം ഒരക്കമല്ലേ മക്കളെ ആവർത്തിക്കുന്നത്, ആ ഒരക്കം 3 തന്നെ ആവർത്തിക്കുന്നത്, ആ ഒരക്കത്തെ 9 കൊണ്ട് ഹരിക്കുന്നതാണ് അതിൻ്റെ കാരണം. ആ ഒരക്കത്തെ 9 കൊണ്ട് ഹരിക്കുന്നതാണ് അതിൻ്റെ കാരണം. ആ ഒരക്കത്തെ 9 കൊണ്ട് ഹരിക്കുന്നതാണ് അതിൻ്റെ കാരണം. ഓക്കെ, അപ്പോൾ 3/9. അപ്പോൾ നോക്കിയ മക്കളെ, ഇങ്ങനെയാണ് ചോദ്യമെങ്കിലോ. 0.444 എക്സെട്ര ഇതിന് തുല്യമായ ഭിന്നസംഖ്യ എന്ന് ചോദിച്ചാൽ ആ ഒരക്കം 4 / 9 കഴിഞ്ഞ്. 0.555 എക്സെട്ര എന്നതിന് തുല്യമായ ഭിന്നസംഖ്യ ചോദിച്ചാൽ ഒരക്കം മാത്രമേ ആവർത്തിക്കുന്നുള്ളൂ, ആ ഒരക്കം /9 കഴിഞ്ഞ്. 0.666 എക്സെട്ര തുല്യമായ ഭിന്നസംഖ്യ ചോദിച്ചാൽ ഒരക്കമേ ആവർത്തിക്കുന്നുള്ളൂ, ആ ഒരക്കം /9 കഴിഞ്ഞ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതുമ്പം ആരെയെങ്കിലുമൊക്കെ വെട്ടാൻ പറ്റുമെങ്കിൽ വെട്ടി ഒന്നുകൂടെ ചെറുതാക്കി എഴുതണം. ഒന്നുകൂടെ വെട്ടി ചെറുതാക്കാൻ പറ്റും. ഇവിടെ മാത്രം, ഇവിടെ ഒന്നും വെട്ടാൻ പറ്റത്തില്ല, ഇവിടെയും പറ്റത്തില്ല. അപ്പോൾ ഇവിടെ വെട്ടുമ്പം 3 കൊണ്ട് വെട്ടുമ്പോൾ മക്കളെ മേളിൽ 2 വരും, താഴെ 3 വരും. കാര്യം 6-നകത്ത് 3 2 വെട്ടം, 9-നകത്ത് 3 വെട്ടം, 2/3. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാര്യങ്ങൾ മനസ്സിലായോ? ഇവിടെ നോക്കിയേ, 0.333 എക്സെട്ര എന്നതിന് തുല്യമായ ഭിന്നസംഖ്യ ചോദിച്ചാൽ ഒരക്കം മാത്രമേ ആവർത്തിക്കുന്നുള്ളൂ, അതുകൊണ്ട് ആ ഒരക്കം /9 3/9. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. കാരണം എന്താ? ഇതിനെ വെട്ടാൻ പറ്റും. അപ്പോൾ വെട്ടുമ്പോൾ മക്കളെ 3-നകത്ത് 3 ഒരു തവണ, 9-നകത്ത് 3 തവണ എന്ത് വരും? 1/3 എന്ന് വരും. അതായത് ഇതിന് തുല്യമായ ഭിന്നസംഖ്യ മക്കളെ 1/3 ആണ്. ഇതിന് തുല്യമായ ഭിന്നസംഖ്യ മക്കളെ 1/3 ആണ്. ഇതൊക്കെയാണോ? ഇനി കൂടുതൽ എന്തെങ്കിലും സംശയമുള്ളവർക്ക് വേണ്ടി ഇതെന്തുകൊണ്ട് ഇങ്ങനെ വന്നു ഞാൻ തിരിച്ച് ചെയ്ത് കാണിച്ചു തരാം. 1/3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? മുകളിലുള്ള 1-നെ താഴെയുള്ള 3 കൊണ്ട് ഹരിക്കുകയാണ്. മുകളിലുള്ള 1-നെ താഴെയുള്ള 3 കൊണ്ട് ഹരിക്കുകയാണ് അല്ലേ? നമുക്കൊന്ന് ഹരിച്ചു നോക്കാം, തിരിച്ച് ഇത് കിട്ടുന്നുണ്ടോ നോക്കാം. നമ്മൾ ഇതിനെ ഇപ്പോൾ ഭിന്നസംഖ്യയിലോട്ട് മാറ്റി, ഈ ഭിന്നസംഖ്യയെ തിരിച്ച് ദശാംശമാക്കി നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അറിയാം 1-നകത്തിൽ 3 അടങ്ങത്തില്ല, പോയിന്റ് കൊടുക്കും, 0 കൊടുക്കും. 10-നകത്ത് 3 വെട്ടം, 3 3 9 ശിഷ്ട 1. 1-നകത്ത് 3 അടങ്ങത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇനി പോയിന്റ് കൊടുക്കണ്ട, ഇവിടെ 0 കൊടുക്കാം. 10-നകത്ത് 3 വീണ്ടും 3 വെട്ടം, 9 ശിഷ്ട 1.
10-നകത്ത് 3 വീണ്ടും 3 വട്ടം 9. മക്കളെ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുക. ഇതെനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല, പൊയ്ക്കൊണ്ടേ ഇരിക്കും. ശരിയല്ലയോ? അപ്പോൾ 1/3 എന്ന് പറഞ്ഞാൽ തിരിച്ചതാ ഇവൻ തന്നെ അല്ലേ? ആണ്. അപ്പോൾ വീണ്ടും പറ, 0.333 എക്സെട്ര എങ്ങനെ എഴുതും? 3/9. 0.444 എക്സെട്ര എങ്ങനെ എഴുതും? 4/9. 0.555 എക്സെട്ര എങ്ങനെ എഴുതും? 5/9. 0.666 എക്സെട്ര എങ്ങനെ എഴുതും? 6/9. വെട്ടി ചെറുതാക്കാൻ പറ്റുമെങ്കിൽ വെട്ടി എഴുതണം. ക്ലിയർ? അങ്ങനെയെങ്കിൽ 2017 VFAക്ക് ചോദിച്ച ഒരു ചോദ്യമാണിത്. മക്കളെ 0.333 എക്സെട്ര ഇൻറ്റു 0.666 എക്സെട്ര ഈക്വൽ ടു ഡാഷ്. 4 ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. എന്തെഴുതും? ശരിക്കും ഇത് ഗുണിക്കുന്നത് എങ്ങനെ? നിങ്ങൾക്കറിയാം. ഉദാഹരണം പറഞ്ഞാൽ മക്കളെ 33 ഗുണം 66 എന്ന 2 സംഖ്യകളായിരുന്നെങ്കിൽ, ഇങ്ങനെ 2 സംഖ്യകളാണെങ്കിൽ ഇതിനെ ഗുണിക്കുന്ന ആദ്യം ആരെയൊക്കെ തമ്മിലാണ്? ഒറ്റയുടെ സ്ഥാനങ്ങൾ തമ്മിലാണ്. ശരിയാണോ? എടാ ഇവിടെ ഒറ്റയുടെ സ്ഥാനങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒറ്റയുടെ സ്ഥാനങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ അവസാനം ഇവിടെ ഒരു 6 എഴുതിയാൽ നിങ്ങൾക്ക് വേണേൽ വീണ്ടും അപ്പുറത്ത് 6 എഴുതാം. കാര്യം തീരുന്നില്ല. വീണ്ടും ഞാൻ 6 എഴുതും, വീണ്ടും നിങ്ങൾ 6 എഴുതും. അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഗുണിക്കണമെങ്കിൽ ഒറ്റയുടെ സ്ഥാനം തൊട്ട് ഗുണിച്ചിങ്ങോട്ട് വരാൻ പറ്റത്തില്ല. കാര്യം ഒറ്റയുടെ സ്ഥാനം ഇല്ല, അത് പോയിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ പിന്നെ ഇത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇനി പറയുന്നത് കേട്ടു. മക്കളെ 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ദശാംശ സംഖ്യകൾ എന്ന ഭാഗത്ത് ഇത് പഠിക്കാനുണ്ട്. 9ാം ക്ലാസ്സിൽ അവിടെ റെക്കറിംഗ് ഡെസിമൽസ് അഥവാ റെക്കറിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം ആവർത്തനം. റെക്കറിംഗ് മീൻസ് ആവർത്തനം. ആവർത്തന ദശാംശങ്ങൾ പരസ്പരം കൂട്ടാൻ പറയും. കൂട്ടാൻ, സങ്കലനം, അഡീഷൻ. കുറയ്ക്കാൻ കാണും, ഗുണിക്കാൻ കാണും, ഹരിക്കാൻ കാണും. ചിലപ്പോൾ സ്ക്വയർ കാണാൻ കാണും, ചിലപ്പോൾ സ്ക്വയർ റൂട്ട് കാണാൻ കാണും. ചോദ്യം മനസ്സിലായോ? രണ്ട് റെക്കറിംഗ് ഡെസിമൽസ് എന്ന് പറഞ്ഞാൽ ആവർത്തന ദശാംശം തന്നിട്ട് കൂട്ടാൻ പറയും, കുറയ്ക്കാൻ പറയും, ഗുണിക്കാൻ പറയും, ഹരിക്കാൻ പറയും, സ്ക്വയർ കാണാൻ പറയും, സ്ക്വയർ റൂട്ട് കാണാൻ പറയും. എന്ത് പറഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ടത് ആ റെക്കറിംഗ് ഡെസിമലിനെ അങ്ങ് മാറ്റണം. എന്ന് പറഞ്ഞാൽ എടാ ഇവന് കാരണക്കാരനായ ഭിന്നസംഖ്യ എഴുതണം. ആ ഡെസിമലിനെ മാറ്റി അവന് കാരണമായ ഭിന്നസംഖ്യ, ആ ഡെസിമൽ നമ്പറിനെ മാറ്റി അവന് കാരണമായ ഭിന്നസംഖ്യ എഴുതണം. എങ്കിൽ പറ, ഇവന് കാരണക്കാരനായ ഭിന്നസംഖ്യ മക്കളെ ഒരക്കം മാത്രമേ ആവർത്തിക്കുന്നുള്ളൂ. എങ്കിൽ ആ ഒരക്കം ബൈ 9 നടുക്കത്തെ ശനി ഇൻറ്റു പോയിന്റിന് ശേഷം ഒരക്കം മാത്രമേ മക്കളെ ആവർത്തിക്കുന്നുള്ളൂ. എങ്കിൽ ആ ഒരക്കം ബൈ 9 അല്ലേ? എടാ ഇവരെ ചെയ്യേണ്ട കാര്യം ഇവരെ ചെയ്താൽ മതി. ശരി. അപ്പം ഗുണിക്കുമ്പോൾ നമുക്കറിയാം മുകളിൽ ഗുണിച്ച് മുകളിൽ എഴുതും, താഴെ ഗുണിച്ച് താഴെ എഴുതും. അങ്ങനെ എഴുതുന്നതിന് മുമ്പായിട്ട് വെട്ടാൻ പറ്റുമെങ്കിൽ വെട്ടാം. ഒന്ന് വെട്ടിയിട്ട് നമുക്ക് ഗുണിക്കാം. നമുക്കറിയാം 3-നകത്ത് 3 ഒരു തവണ, 9-നകത്ത് 3 വട്ടം. അവിടെ 1/3 കിട്ടും. ഇൻറ്റു ഇവിടെ വെട്ടുമ്പോൾ 2, ഇവിടെ വെട്ടുമ്പോൾ 3, 2/3 കിട്ടും. ശരിയാണോ? ഗുണിക്കാം. ഇനി നമുക്കറിയാം മുകളിൽ ഗുണിച്ച് മുകളിലും താഴെ ഗുണിച്ച് താഴെ എഴുതും. കാര്യം 2 ഫ്രാക്ഷൻ ഗുണിക്കുന്നത് അങ്ങനെ. പറ, 1 2 2 3 3 9 2/9 എന്ന് വരത്തില്ലേ? വരും. മക്കളെ ഇതിന് തുല്യമായ ഭിന്നസംഖ്യ 2/9. ഇവന് തുല്യമായ ഭിന്നസംഖ്യ 2/9. പക്ഷേ ഓപ്ഷനിലില്ല. ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഡെസിമലായിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ചേ. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു മക്കളെ 0.555 എക്സെട്ര എന്ന് പറഞ്ഞാൽ 5/9. അപ്പോൾ തിരിച്ചാലോചിക്ക്. 5/9 എന്ന് പറഞ്ഞാൽ 0.555 എക്സെട്ര. അതേപോലെ 4/9 എന്ന് പറഞ്ഞാൽ 0.444 എക്സെട്ര. എങ്കിൽ മക്കളെ 2/9 എന്ന് പറഞ്ഞാൽ ഇവനെ എങ്ങനെ എഴുതാം? തിരിച്ച് 0.222 എക്സെട്ര ഇങ്ങനെ എഴുതിക്കൂടെ? എഴുതാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്ക്. ഉണ്ട്. ഓപ്ഷൻ ബി. ഇതാണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി. മനസ്സിലായോ? എളുപ്പമല്ലേ? ഓക്കെ, നമുക്കിതാ വീണ്ടും പ്രീവിയസ് ചോദ്യങ്ങളോട്ട് കിടക്കാം. മക്കളെ 0.333 എക്സെട്ര ദി ഹോൾ സ്ക്വയർ 2019 പത്തനംതിട്ട VO പരീക്ഷയുടെ ചോദ്യമോ? 0.333 എക്സെട്ര ദി ഹോൾ സ്ക്വയർ, ഇതാണ് ചോദ്യം. ശരി, യഥാർത്ഥത്തിൽ സ്ക്വയർ കാണുക എന്ന് പറഞ്ഞാൽ എന്തുവാ? എടാ ഈ സംഖ്യ 2 തവണ എഴുതി ഗുണിക്കുക എന്നല്ലേ? ഈ സംഖ്യ 2 തവണ എഴുതി ഗുണിക്കുക എന്നർത്ഥം. ശരിയാണോ? അപ്പോൾ ഇവനെ 2 തവണ എഴുതി ഗുണിക്കാൻ പറയുമ്പം തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഇവനെ ഗുണിക്കുമ്പോഴും ഒറ്റയുടെ സ്ഥാനങ്ങൾ ഗുണിക്കണം. അതേപോലെ അല്ലൂടെ ശരിക്കും ഇതും ചെയ്യേണ്ടത്. നടക്കുമോ? നടക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞ എത്രയേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനൊരു സാധനം കണ്ടാൽ അവനെ അവിടെ മാറ്റണം, റീപ്ലേസ് ചെയ്യണം. ആരെ കൊണ്ടുവരണം? ഭിന്നസംഖ്യ. അവന് കാരണക്കാരനായ ഭിന്നസംഖ്യ കൊണ്ടുവരണം. എടാ ഇവന് കാരണക്കാരനായ ഭിന്നസംഖ്യ കൊണ്ടുവരണം. എങ്കിൽ പറ മക്കളെ, ഇവന് കാരണക്കാരനായ ഭിന്നസംഖ്യ എഴുതുക 3/9. ശരിയാണോ? പോയിന്റിന് ശേഷം ഒരക്കം മാത്രമേ ആവർത്തിക്കുന്നുള്ളൂ, അത് 3. അപ്പോൾ ആ 3/9 ശേഷം അവൻ്റെ എന്ത് കാണാനാ? അപ്പം ഇവൻ്റെ സ്ക്വയർ കാണണമെന്ന് പറയുന്നതിന് പകരം
നമ്മളിതാ അവന് പകരം ഇവനെ എഴുതി, ഇവൻ്റെ സ്ക്വയർ കണ്ടാൽ മതി. ഓക്കെ, രണ്ട് രീതി ചെയ്യാം. ആദ്യം ഇവരുടെ സ്ക്വയർ കാണാം, എന്നിട്ട് അതിനെ വെട്ടിയാൽ മതിയാകും. അതല്ലെങ്കിൽ ഇവരെ വെട്ടാം, എന്നിട്ട് സ്ക്വയർ കണ്ടാൽ മതിയാകും. എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നൂടെ പറയാം. ഹോൾ സ്ക്വയറാണ് കിടക്കുന്നത്. അപ്പം ഇവൻ്റെ സ്ക്വയറും കാണാം, എന്നിട്ട് വെട്ടാം. അല്ലെങ്കിൽ ആദ്യം വെട്ടാം, പിന്നെ സ്ക്വയർ കാണാം. ഞാൻ ആദ്യം വെട്ടുക. 3നെയും 9നെയും വെട്ടുമ്പം മക്കളെ 1/3 വരും. ഹോൾ സ്ക്വയർ ശരിയാണോ? 1ൻ്റെ സ്ക്വയർ എടുക്കും 1, താഴെ 3ൻ്റെ സ്ക്വയർ 9, 1/9 എന്ന് വരും. 1/9 ഓപ്ഷനിലുണ്ടോ? ഇല്ല. ഓപ്ഷനിൽ ഇവനെ എങ്ങനെ മാറ്റി എഴുതും പറ? ഓപ്ഷനിൽ ഇവനെ എഴുതും നമ്മൾ 0.111 എക്സെട്ര. ഇതാണ് ശരി ഉത്തരം. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓപ്ഷൻ എ. ക്ലിയർ? ഓക്കെ അല്ലേ? മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വീണ്ടും അടുത്ത ചോദ്യത്തിലോട്ട്. 2021 LDC പരീക്ഷയുടെ ചോദ്യം. 2021 LDC. √0.444 എക്സെട്ര എന്നതിന് തുല്യമായ ഭിന്നസംഖ്യ ഏത്? അല്ലെങ്കിൽ എന്നതിന് തുല്യമായത് ഏത്? ഇതാണ് ചോദ്യം. കണ്ട മക്കളെ, തൊട്ടുമുമ്പത്തെ ചോദ്യം എന്തായിരുന്നു? സ്ക്വയർ കാണാൻ. അതിനു മുമ്പത്തെ ചോദ്യം എന്തായിരുന്നു മക്കളെ? ഗുണിക്കാൻ. ഇപ്പോഴത്തെ ചോദ്യം മക്കളെ സ്ക്വയർ റൂട്ട് കാണാൻ. കണ്ടോ? റെക്കറിങ് എന്നിട്ട് ഒരുപാട് ക്രിയ ചോദിക്കും. കൂട്ടാൻ, കുറയ്ക്കാൻ, ഗുണിക്കാൻ, ഹരിക്കാൻ, സ്ക്വയർ റൂട്ട് എല്ലാം ചോദിക്കും. ഞാൻ സ്ക്വയർ റൂട്ടിൽ ഒന്നും മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. സ്ക്വയർ റൂട്ട് അങ്ങനെ തന്നെ എഴുതി. ഇവനെ ഞാൻ മാറ്റും. ഇവനെ കണ്ണി കണ്ടാൽ ഞാൻ മാറ്റിക്കളയും. എങ്ങനെ എഴുതും പറ? 4/9. ശരിയാണോ? അപ്പം √4/9 മക്കളെ. √4/9 എന്ന് പറഞ്ഞാൽ √4/√9 എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും റൂട്ട് സെപ്പറേറ്റ് പറഞ്ഞാൽ മതി. ശരി, √4 എന്ന് പറഞ്ഞാൽ മക്കളെ 2, √9 എന്ന് പറഞ്ഞാൽ 3 അല്ലേ? 2/3. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2/3 ആണ്. ഓക്കെ, സിമ്പിൾ അല്ലേ? കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. നോക്ക്, കണ്ടോ? കൂട്ടാൻ 0.111 എക്സെട്ര പ്ലസ് 0.222 എക്സെട്ര ഈക്വൽ ടു ഡാഷ് പ്ലസ് കണ്ട എനിക്കിവനെ കണ്ടാൽ അന്നേരം മാറ്റിക്കളയും. 1/9 പ്ലസ് ഇവനെ എങ്ങനെ എഴുതും പറ? 2/9. ശരിയാണോ? രണ്ട് ഫ്രാക്ഷനെ ആഡ് ചെയ്യണം, കൂട്ടണം. അതിന് ഒരേ ചേരവാണെങ്കിൽ എന്ത് ചെയ്യും മക്കളെ? ചേരം അങ്ങനെ തന്നെ എഴുതും. ഇനി കൂട്ടാനാണെങ്കിലോ കുറയ്ക്കാനാണെങ്കിലും ചേരം ഒരു സെയിം ആണെങ്കിൽ ചേരം അങ്ങനെ തന്നെ എഴുതും. എന്നിട്ട് അംശങ്ങളെ തമ്മിൽ കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഇവിടെ കൂട്ടാനാ. അപ്പോൾ 2 1 കൂട്ടി 3, 3/9 എന്ന് വരും. 3/9 ഓപ്ഷൻ ഉണ്ടോ? 3/9 ഇല്ല, 2/9 ഉണ്ട്. അപ്പോൾ ഇവനെ വെട്ടുമ്പം പറ 1/3. 1/3 ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി അല്ലേ? മനസ്സിലായോ? സിമ്പിൾ അല്ലേ? കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ കാണും. പേടിക്കണ്ട, ഹരിക്കാം. കണ്ടോ? എല്ലാവരും ഉണ്ട്. നോക്ക്, രണ്ടുപേരെ പരസ്പരം ഹരിക്കണം. എന്തോ ചെയ്യും പറ? ഇവനെ എങ്ങനെ എഴുതും? 3/9. ശരിയാണോ? നടുക്കത്തെ ചിഹ്നം ഡിവിഷനാണ്. ഇവനെ എങ്ങനെ എഴുതും? 6/9. ശരി, നമുക്ക് ഇവരൊന്ന് വെട്ടിച്ചെറുതാക്കുമ്പം 1/3 ഡിവൈഡഡ് ബൈ 2/3. ശരിയല്ലേ? വെട്ടുമ്പം 2/3 വരും. ഇനി നമുക്കറിയാം, 2 ഫ്രാക്ഷനെ ഹരിക്കുന്നതിന് പകരം രണ്ടാമത്തവനെ തിരിച്ചെഴുതി ഗുണിച്ചാൽ മതി. 2 ഫ്രാക്ഷൻ ഹരിക്കുന്ന എങ്ങനെ മക്കളെ? രണ്ടാമത്തവനെ തിരിച്ചെഴുതി ഗുണിച്ചാൽ മതി. രണ്ടാമത്തവനെ അപ്പം 1/3 അങ്ങനെ തന്നെ. രണ്ടാമത്തവനെ തിരിക്കുന്നു, 3/2 എന്ന് വരും. ഗുണിച്ചാൽ മതി. ശരി, കണ്ണുടച്ച് താഴത്തെ 3 മുകളിലത്തെ 3 വെട്ടാം. പിന്നെയുള്ളത് 1, താഴെ 2, 1/2. ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി തന്നെ അല്ലേ മക്കളെ? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ക്ലിയർ അല്ലേ? മനസ്സിലായി കാണും എന്ന് കരുതട്ടെ. ഓക്കെ, അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. 0.36 എക്സെട്ര ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മളിതുവരെ പറഞ്ഞത് പോയിന്റിന് ശേഷം ഒരു സംഖ്യ മാത്രം വന്നാൽ ആ ഒരു അക്കം ബൈ ഒരു 9 അല്ലേ? അപ്പോൾ പോയിന്റിന് ശേഷം 2 അക്കം 36. മക്കളെ ഒരു പക്ഷേ ഇതിന് പകരം PSC ഇങ്ങനെയും കൊടുക്കാറുണ്ട് കേട്ടോ. 0.36 മുകളിൽ ബാർ വന്നാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ബാർ വന്നാൽ അതിൻ്റെ അർത്ഥം ആ 2 അക്കങ്ങൾ ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ പോയിന്റ് എഴുതി 36. ആ 2 അക്കങ്ങൾ കൊണ്ട് ആ വരയ്ക്ക് താഴെ കിടക്കുന്ന ബാർ എന്നാണ് വായിക്കുന്നത്. ആ വരയ്ക്ക് താഴെ കിടക്കുന്ന 2 അക്കം ആവർത്തിക്കുന്നു പറഞ്ഞാൽ 36 ഇങ്ങനെ പോകുന്നെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, 0.3 ബാർ എന്നാണ് കിടക്കുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ പോയിന്റ് എഴുതുക, 3 എഴുതി, ആ ബാറിൻ്റെ താഴെ കിടക്കുന്ന വീണ്ടും ആവർത്തിക്കുന്ന ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുമോ? ഓക്കെ, ഇങ്ങനെയും കാണാൻ പറ്റും.
ശരി മക്കളെ, പോയിന്റിന് ശേഷം 2 അക്കങ്ങൾ ആവർത്തിച്ചാൽ ഒന്നുമില്ല, ആ 2 അക്കം ഡിവൈഡഡ് ബൈ 2 9. അപ്പോൾ പോയിന്റിന് ശേഷം 3 അക്കങ്ങൾ ആവർത്തിച്ചാൽ, ഉദാഹരണം പറഞ്ഞാൽ പോയിന്റ് 1 2 3 1 2 3 1 2 3 എന്നാണ് വരുന്നതെങ്കിൽ 123 1 2 3 123 ബൈ 3 9, 3 അക്കം ആവർത്തിച്ചാൽ 3 ഡിജിറ്റ് ആവർത്തിച്ചാൽ 3 9. ക്ലിയർ? പിന്നെ വരെ വെട്ടാൻ പറ്റുമെങ്കിൽ വെട്ടാം, 9 കൊണ്ട് വെട്ടാം. 11 വെട്ടം 9 9 4 തവണ 36, 4 ബൈ 11. 4 ബൈ 11 ആണ് ഇതിന് കാരണക്കാരനായ ഭിന്നസംഖ്യ. സംശയം ഉണ്ടെങ്കിൽ ഹരിച്ച് നോക്കിക്കോ. 4 ബൈ 11 വരുമ്പം അടങ്ങത്തില്ല, പോയിന്റ് കൊടുത്ത് 40. 11 3 വെട്ടം 33. ശിഷ്ടം മക്കളെ 7. 70-നകത്തിൽ 6 വെട്ടം 66. ശിഷ്ടം 4. 40-നകത്തിൽ 3 വെട്ടം 33. ശിഷ്ടം 7. 70-നകത്ത് 6 വെട്ടം 66. ശിഷ്ടം 4 40. വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. കണ്ടോ? ശരിയാ, നമ്മൾ ചെയ്ത് ശരി തന്നെ. ക്ലിയർ അല്ലയോ? ഓക്കെ ആണെന്ന് കരുതട്ടെ. ശരിതാ എങ്കിൽ അടിപൊളി ഒരു ചോദ്യത്തിലോട്ട് കിടക്കുന്നു. 2.777 എക്സെട്ര എന്നതിന് തുല്യമായ ഭിന്നസംഖ്യ ഏത്? 2.777 എക്സെട്ര എന്നതിന് തുല്യമായ ഭിന്നസംഖ്യ ഏത്? ഒന്നുമില്ല, നമ്മൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ മക്കളെ. ഈ 2 വന്നതാണ് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. കുറച്ച് പേർക്ക് അറിയാം, കുറേയധികം ആൾക്കാർക്ക് അറിയാം. നമ്മൾ എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് കേട്ടോ. ഇത് വന്നതാണ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായത്. എടാ ഇതില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 0.777 എക്സെട്ര എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതും 7/9 അല്ലേ? എളുപ്പമായിരുന്നു. എടാ 0.777 എക്സെട്ര എന്ന് കണ്ടാൽ 7/9. പക്ഷെ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു 2 വന്നതാണ് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വന്നാൽ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, നിങ്ങൾ അറിയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ മക്കളെ. 2.5 നമ്മൾ 2.5 എന്നൊക്കെ പറയത്തില്ലേ, 2.5. 2.5യെ ഞാൻ 2 + 1/2 എന്നെഴുതിയാൽ തെറ്റാണോ? അല്ല, ഒരു തെറ്റുമല്ല. എടാ 2 + 1/2 2.5, ശരിയല്ലേ? എടാ 3.25 നമ്മൾ 3.25 എന്നൊക്കെ പറയത്തില്ലേ, 3.25. അതിനെ 3 അധികം 0.25 എന്ന് പറഞ്ഞാൽ തെറ്റാണോ? 3 അധികം 1/4 ആണ് 3.25. 3 അധികം 1/4 3.25. 1.1നെ എടാ 1 അധികം 0.1 എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. ഈ സെയിം ലോജിക്ക് ഇവിടോട്ട് കൊണ്ടുപോവാ. അപ്പോൾ 2.777 എക്സെട്ര എന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 അധികം മക്കളെ 0.777 എക്സെട്ര എന്നെഴുതിക്കൂടെ? എഴുതാം. 2 + 0.777 എക്സെട്ര എന്നെഴുതാം. ഇനി കാര്യങ്ങൾ എളുപ്പമാ. 2 പ്ലസ് പറ, ഇത് നമ്മൾ കണ്ടതും പഠിച്ചതും. ഇത് നമ്മൾ കണ്ടതാ. എങ്ങനെ എഴുതും? കണ്ണുടച്ചെഴുതും 7/9. ശരിയാണോ? 7/9. ഇത്രയും വരെ ഓക്കെ ആണോ? 2 അങ്ങനെ തന്നെ എഴുതി, ഇവനെ മാറ്റി എഴുതാൻ അറിയാം. ഇനി നമുക്കറിയാം 2ന്റെ താഴെ 1 ഇട്ട് കൊടുത്താൽ 2 ഭിന്നസംഖ്യകളായി. 2 വ്യത്യസ്ത ചേരമുള്ള ഭിന്നസംഖ്യകളായി. 2 വ്യത്യസ്ത ചേരമുള്ള ഭിന്നസംഖ്യകൾ. അവരെ കൂട്ടുന്ന എങ്ങനെയാ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അതാണ് ഏറ്റവും നല്ല മാർഗം. പറ, ആദ്യം ഞാൻ ഇങ്ങനെ എഴുതും, ചേരങ്ങളെ ഗുണിച്ച് ഞാൻ ചേർവട്ടം എഴുതും. പറ, ഒരു 9 9 താഴെ ഇങ്ങനെ ഗുണിക്കണം ആദ്യം. 9 2 18, നടുക്കത്തെ ചിഹ്നം പ്ലസ് 1 7 18 7 കൂട്ടും മക്കളെ 25. 18 കൂട്ടി 25. 25/9 വെട്ടാൻ പറ്റുമോ? പറ്റില്ല. 9 കൊണ്ട് വെട്ടാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഉത്തരം 25/9. 2.777 എക്സെട്ര എന്നതിന് തുല്യമായ ഭിന്നസംഖ്യ 25/9. ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഹരിച്ച് കാണിച്ചു തരാം. 25/9 എന്ന് പറഞ്ഞാൽ എന്തു അർത്ഥം? എടാ മുകളിലുള്ള സംഖ്യ താഴത്തെ സംഖ്യ കൊണ്ട് ഹരിക്കാനാ. ഞാൻ 25നെ 9 കൊണ്ട് ഹരിക്കുവാനേ. എനിക്കറിയാം 9 2 തവണ 18. 9 2 18. ശിഷ്ടം എത്ര? 7. ശിഷ്ടം മക്കളെ 7. 7-നകത്തിൽ 9 ഇറങ്ങത്തില്ല, പോയിന്റ് കൊടുക്കും. 70-നകത്ത് 9 7 തവണ മക്കളെ 9 7 തവണ 63 അല്ലേ? 63. ശിഷ്ടം വീണ്ടും 7. 7-നകത്തിൽ 9 ഇറങ്ങത്തില്ല, അപ്പോൾ 70. 9 വീണ്ടും 7 തവണ 9 7 63. 63 വീണ്ടും ശിഷ്ടം 7. 0 വന്ന് 70. 9 വീണ്ടും 7 തവണ 9 7 63. കണ്ടോ? അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. കണ്ട മക്കളെ? അപ്പോൾ നമ്മുടെ ശരി ഉത്തരം 25/9 എന്നാകുന്നു. 25/9. ക്ലിയർ അല്ലേ? പറഞ്ഞത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതിക്കൊണ്ടതാ ഇന്നത്തെ നമ്മുടെ ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലോട്ട്. 3.555 എക്സെട്ര തുല്യമായ ഭിന്നസംഖ്യ എഴുതണം. എങ്ങനെ എഴുതും?
നമ്മൾ എഴുതും 3 അധികം 0.5 എക്സെട്ര. മാറ്റി എഴുതും 3 അധികം 5/9. 3ൻ്റെ താഴെ 1 കൊടുക്കും. 2 വ്യത്യസ്ത ചേർമുള്ള ഭിന്നസംഖ്യകളായി. പറ 1 9. ഇങ്ങനെ 9 3 27. നടുക്കത്തെ ചിഹ്നം പ്ലസ്. ഇങ്ങനെ 1 5 5. 27 5 മക്കളെ 32. 32/9. ഇതാണ് ഇതിന് തുല്യമായ ഭിന്നസംഖ്യ. മനസ്സിലായോ? കഴിഞ്ഞു. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, പറഞ്ഞത് വ്യക്തമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. മക്കളെ വീണ്ടും പറയുന്നു, അവസാനിക്കുന്നില്ല, ഒന്നും അവസാനിക്കുന്നില്ല. നമ്മൾ വീണ്ടും പരിശ്രമിക്കും. വീണ്ടും ക്ലാസ്സുകൾ തന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം നിങ്ങളുടെ പരിശ്രമം ഒരിക്കലും നിർത്തരുത്. മാക്സിമം ക്ലാസ്സുകൾ കാണുക. നമ്മുടെ ഇതിനു മുമ്പത്തെ പല വീഡിയോ ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട്. നിങ്ങൾ ഇത് മാത്രമല്ല അതുകൂടി കാണാൻ ശ്രമിക്കുക കേട്ടോ. 10th ലെവൽ ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ യൂട്യൂബിൽ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ്സുകൾക്കൊപ്പം അതുകൂടെ കാണാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഉറപ്പായിട്ടും മെയിൻസ് എഴുതാനും മെയിൻസിലെ ഒരു ഭാഗഭാക്കാകാനും സാധിക്കും. അപ്പോൾ എല്ലാവർക്കും തൽക്കാലം നന്ദി പറയുന്നു. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവരും നോട്ട് എഴുതി പഠിക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു. വിശാഖ് പാവുമ്പ.